ലോകത്തെവിടെങ്കിലും യുദ്ധം നടന്നാൽ എന്തിനാണ് CIP മുദ്രാവാക്യം മുഴക്കുന്നത്? പക്ഷെ കണ്ടില്ലേ, ഒരു യുദ്ധം എവിടെയാ നമ്മളെ ബാധിച്ചിരിക്കുന്നത്? നമ്മുടെ അടുക്കളയിലേക്ക് ആ യുദ്ധം കടന്നു വന്നിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെ ആത്മവിലാപങ്ങളുടെ നൊമ്പരക്കാറ്റിട്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ സമരഭൂമികയിൽ രക്തനക്ഷത്രമായി മാറിയ നയിക്കുന്ന മെയ്ദിന സന്ദേശ റാലി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, ലോകമെമ്പാടും തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വലിയ പോരാട്ടങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് 2026 മെയ്ദിന പരിപാടികൾ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നവ ഉദാരവൽക്കരണ നയങ്ങളും അത് സൃഷ്ടിച്ച അതിഗുരുതരമായ പ്രത്യാഘാതങ്ങളും ലോക തൊഴിലാളി വർഗം ആകെ ഇരമ്പുന്ന പ്രതിഷേധങ്ങളുടെ തേരോട്ടം മുന്നേറിക്കൊണ്ടിരിക്കുന്ന, അതിന്റെ വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ 2 പൊതു പണിമുടക്കുകൾ നമ്മുടെ രാജ്യത്ത് നടന്നു. ഇന്നേ വരെ പണിമുടക്കിയിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ബാങ്കിംഗ് മേഖലയിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ പൊതുപണിമുടക്കിൽ പങ്കെടുത്തുകൊണ്ട് കോടിക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഐതിഹാസികമായ സമര പോരാട്ടമായി ഈ പൊതുപണിമുടക്കിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ഏറ്റവും തിളങ്ങുന്ന ഏടുകളിൽ ഒന്നാണ്. ഇന്ന് നമുക്കറിയാം, ഉത്തരേന്ത്യ തൊഴിലാളി വർഗം കടന്ന് കയറുവാൻ പെടാപ്പാടുപെടുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ, അവിടെ നോയിഡയിൽ ആരംഭിച്ച വലിയ തൊഴിലാളി സമരം, ആ സമരം ഇന്ന് ഉത്തരേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ആളി പടർന്ന് കത്തി കയറുകയാണ്. ആയിരക്കണക്കിന് തൊഴിലാളികളെ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ BJPയുടെ നേതാവ് യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി തയ്യാറായെങ്കിൽ സഖാവ് എളമരം കരീം ഉൾപ്പെടെയുള്ള തൊഴിലാളി നേതാക്കന്മാരുടെ മുമ്പിൽ ഒത്തുതീർപ്പ് ചർച്ചയ്ക്കെത്തേണ്ട സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളി സമരങ്ങൾ വളർന്നിരിക്കുന്നു എന്നതും അഭിമാനകരമായ കാര്യമാണ്. പക്ഷെ അവിടെ ഒതുങ്ങുന്നില്ല. 12,000 രൂപ പോലും മിനിമം വേതനം മാസം ലഭിക്കാത്ത തൊഴിലാളികളാണ്. 8 മണിക്കൂറിന് പകരം 12ഉം 14ഉം മണിക്കൂർ തൊഴിലെടുക്കേണ്ട യാതനയാർന്ന ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തങ്ങൾക്ക് കഴിയില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് ഈ തൊഴിലാളി സമരം നോയിഡയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആളി പടർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മുന്നേറ്റമാണ് തൊഴിലാളികൾ. നമുക്കറിയാം, കർഷക സമരം നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല. നമ്മുടെ രാജ്യത്തിലെ കർഷകരെയും തൊഴിലാളികളെയും അടിച്ചമർത്താൻ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങിയ BJP സർക്കാരിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 63 പാർലമെന്റ് മെമ്പർമാരെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയ സാഹചര്യം കർഷക സമരം മൂലം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ MP-മാരെ ഇല്ലാതാക്കുക മാത്രമല്ല, അതുമാത്രമല്ല ലക്ഷ്യം. കർഷകരെ അടിച്ചമർത്താനും അവന്റെ ഉൽപ്പന്നങ്ങൾ പാട്ടവലയ്ക്ക് വാങ്ങി ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുവാനുമുള്ള BJP സർക്കാരിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിനെ കർഷകർ കണ്ടത്. ആ മാറ്റം നമ്മുടെ രാജ്യത്ത് തുടരും, ഒരു സംശയവുമില്ല. ലോകമെങ്ങുമുള്ള യുദ്ധവെറിയന്മാർക്കെതിരായിട്ടുള്ള മുന്നറിയിപ്പായിട്ട് ഈ മെയ്ദിനം മാറുകയാണ്. വെനസ്വേലയിലും ഇറാനിലുമെല്ലാം കടന്നു കയറി സാമ്രാജ്യത്തിന്റെ അധിനിവേശം മുഴക്കുവാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്വ ഭരണകൂടത്തിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ മുന്നറിയിപ്പാണ് ഇന്ന്
ലോകമെങ്ങും കാണുന്നത്, പ്രത്യേകിച്ച് ഇറാനിലെ ജനത സ്വന്തം ജീവരക്തം നൽകിയും ഈ സാമ്രാജ്യത്വ പടകളെ അക്കര കടത്തുമെന്ന മുദ്രാവാക്യം, അറബിക്കടലിന്റെ ആഴങ്ങളിലേക്ക് അവരെ താഴ്ത്തുമെന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യം അനർത്ഥമാക്കുന്ന ചെറുത്തുനിൽപ്പാണ് ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എവിടെ ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും ഇടതുപക്ഷ പാർട്ടികൾ CITU അതിനെതിരായിട്ട് ശബ്ദമായി മുദ്രാവാക്യം മുഴക്കുമ്പോൾ ഞങ്ങളെ കളിയാക്കിയ ആളുകളുണ്ട്. ലോകത്തെവിടെങ്കിലും യുദ്ധം നടന്നാൽ എന്തിനാണ് CITU മുദ്രാവാക്യം മുഴക്കുന്നത്? പക്ഷെ കണ്ടില്ലേ, ഒരു യുദ്ധം എവിടെയാ നമ്മളെ ബാധിച്ചിരിക്കുന്നത്? നമ്മുടെ അടുക്കളയിലേക്ക് ആ യുദ്ധം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ഗ്യാസ് കിട്ടാക്കനിയായി മാറി. ഇന്നോ നാളെയോ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഒരു ലിറ്ററിന് 5 or 10 ഉയർത്താനുള്ള തീരുമാനവുമായി BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ്. കാരണം എന്താ? കാരണം പറയുന്നത് യുദ്ധമാണ്. അപ്പൊ CITU ഉൾപ്പെടെ യുദ്ധത്തിനെതിരായി ഉയർത്തിയ മുദ്രാവാക്യത്തെ കളിയാക്കിയ ആളുകൾ ഉൾപ്പെടെ ഇന്ന് യുദ്ധത്തിനെതിരായിട്ടുള്ള ഞങ്ങൾ ഉയർത്തുന്ന ഈ ബാനറിന് പിന്നിൽ അണിനിരക്കുന്ന ആവേശകരമായ കാഴ്ച കാണാൻ കഴിയുന്നു എന്നുള്ളതും പ്രത്യേകമാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും. ഈ തൊഴിലാളി വർഗ ഐക്യത്തിന്റെ ഈ പോരാട്ടത്തെ പിന്തുണയ്ക്കുവാൻ നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ ജനാധിപത്യ കക്ഷികളോടും ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇതുപോലെയുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായ ഐക്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ലേബർ കോഡുകളെ തകർത്ത് എറിയും എന്നുള്ള മുദ്രാവാക്യം കേവലം ഒരു മുദ്രാവാക്യമല്ല. ലേബർ കോഡ് കൊണ്ടുവന്നുകൊണ്ട് തൊഴിലാളികൾ സ്ഥാപിച്ചെടുത്ത ഷിക്കാഗോയിൽ 1886 നൂറുകണക്കിന് തൊഴിലാളികൾ രക്തസാക്ഷികളായി അവർ നേടിയെടുത്ത 8 മണിക്കൂർ തൊഴിൽ അറബിക്കടലിൽ എറിയും എന്നുള്ള മുദ്രാവാക്യം മുഴക്കുമ്പോൾ ഈ ലേബർ കോഡ് വേണ്ട എന്ന് തൊഴിലാളി വർഗം മാത്രമല്ല നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികളും കർഷകരും ഒരുമിച്ച് ആ മുദ്രാവാക്യം ഏറ്റുചൊല്ലുകയാണ്. ആ മാറ്റത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നമുക്കുണ്ടാവേണ്ടത്. വിലക്കയറ്റത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്, തൊഴിലാളി വർഗം ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കമ്പോളങ്ങളും എല്ലാ മൂലധന വ്യവസായങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ബാങ്കുകളെ ഉൾപ്പെടെ മാറ്റുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരും. അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഈ അനീതിക്കെതിരെ തൊഴിലാളികൾ പോരാട്ടത്തിന്റെ മുദ്രാവാക്യവുമായി മുന്നോട്ട് വരുമ്പോൾ ആ മുദ്രാവാക്യത്തെ പിന്തുണയ്ക്കുവാൻ നമ്മുടെ നാട്ടിലെ മുഴുവൻ തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥികളും യുവാക്കളും നമ്മുടെ ജീവനക്കാരും എല്ലാം ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ആവേശകരമായ ആ കാഴ്ച ഈ വർഷം പ്രിയമുള്ളവരെ ഇവിടെ ആവർത്തിക്കാൻ പോകുകയാണ്. ഈ സമര പോരാട്ടത്തിൽ അണിനിരുന്ന മുഴുവൻ തൊഴിലാളികളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് മെയ് ദിന ആചരണ പരിപാടിയോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.